കോൺസ്റ്റാന്റിനോപ്പിളിന്റെ ഹൃദയഭാഗത്ത് കാലത്തെ അതിജീവിച്ച് കഥകൾ ഉറങ്ങിക്കിടക്കുന്ന ഒരു മഹാസൗധമുണ്ട്. അതിൻ്റെ പേരാണ് ഹാഗിയ സോഫിയ. ക്രിസ്തീയതയുടെയും ഇസ്ലാമിൻ്റെയും സംഗമഭൂമി, വാസ്തുവിദ്യയുടെ അത്ഭുതം, അധികാരത്തിൻ്റെ പ്രതീകം. ഓരോ കല്ലിലും കൊത്തിവച്ചിരിക്കുന്നത് നൂറ്റാണ്ടുകളുടെ ചരിത്രവും സംസ്കാരവുമാണ്. ഈ വീഡിയോയിലൂടെ ഹാഗിയ സോഫിയയുടെ വിസ്മയകരമായ ചരിത്രത്തിലൂടെ നമുക്കൊരു യാത്ര പോകാം. AD 537 ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ സുവർണ കാലഘട്ടത്തിൽ ചക്രവർത്തി ജസ്റ്റീനിയൻ ഒന്നാമൻ തന്റെ സാമ്രാജ്യത്തിന്റെ പ്രതാപം വിളിച്ചോതുന്ന ഒരു മഹത്തായ ദേവാലയം പണിയാൻ തീരുമാനിച്ചു. സാന്റാ സോഫിയ എന്ന പേരിൽ നിർമ്മിക്കപ്പെട്ട ഈ ദേവാലയം വിശുദ്ധ ജ്ഞാനം എന്നാണ് അർത്ഥമാക്കുന്നത്. അക്കാലത്തെ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായിരുന്നു ഇത്. സാന്റാ സോഫിയയ്ക്ക് മുൻപ് ഇവിടെയുണ്ടായിരുന്ന 2 ദേവാലയങ്ങളും കലാപങ്ങളിൽ നശിപ്പിക്കപ്പെട്ടിരുന്നു. ജസ്റ്റീനിയൻ ചക്രവർത്തിയുടെ ദൃഢനിശ്ചയം, നൂതന സാങ്കേതിക വിദ്യകൾ, ആയിരക്കണക്കിന് തൊഴിലാളികളുടെ കഠിനാധ്വാനം എന്നിവയാണ് കേവലം 5 വർഷം കൊണ്ട് ഈ അത്ഭുത നിർമ്മിതി പൂർത്തിയാക്കാൻ സഹായിച്ചത്. 900 വർഷത്തോളം ഹാഗിയ സോഫിയ ക്രിസ്ത്യൻ ഓർത്തഡോക്സ് ക്രിസ്ത്യാനിറ്റിയുടെ ഹൃദയഭാഗമായിരുന്നു. ബൈസന്റൈൻ ചക്രവർത്തിമാരുടെ കിരീടധാരണങ്ങളും പ്രധാനപ്പെട്ട മതപരമായ ചടങ്ങുകളും ഇവിടെയാണ് നടത്തിയിരുന്നത്. സ്വർണവും വിലയേറിയ കല്ലുകളും ഉപയോഗിച്ച് നിർമ്മിച്ച അതിമനോഹരമായ മൊസൈക്കുകൾ, ക്രിസ്തുവിൻ്റെയും കന്യാമറിയത്തിൻ്റെയും വിശുദ്ധരുടെയും ചിത്രങ്ങൾ ഈ ദേവാലയത്തിൻ്റെ ഭംഗി വർദ്ധിപ്പിച്ചു. അതിൻ്റെ കൂറ്റൻ താഴികക്കുടം അന്ന് നിലവിലുണ്ടായിരുന്ന ഏറ്റവും വലിയ താഴികക്കുടങ്ങളിൽ ഒന്നായിരുന്നു. അത് ദൈവത്തിൻ്റെ സാന്നിധ്യം സൂചിപ്പിക്കുന്നതായി വിശ്വസിക്കപ്പെട്ടു. ബൈസന്റൈൻ സാമ്രാജ്യത്തിന്റെ വളർച്ചയ്ക്കും തകർച്ചയ്ക്കും സാക്ഷ്യം വഹിച്ചു ഈ മഹത്തായ ദേവാലയം. കുരിശു യുദ്ധങ്ങളുടെ കാലത്ത് 1204 ലാറ്റിൻ കത്തോലിക്കർ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയപ്പോൾ ഹാഗിയ സോഫിയ കൊള്ളയടിക്കപ്പെടുകയും നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ബൈസന്റൈൻ സാമ്രാജ്യം തിരിച്ചു വന്നപ്പോൾ അതിൻ്റെ പ്രതാപം വീണ്ടെടുത്തു. 1453 ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ സുൽത്താൻ മെഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാന്റിനോപ്പിൾ കീഴടക്കിയതോടെ ഹാഗിയ സോഫിയയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം ആരംഭിച്ചു. സുൽത്താൻ മെഹമ്മദ് ഹാഗിയ സോഫിയയെ ഒരു മസ്ജിദായി പരിവർത്തനം ചെയ്യാൻ ഉത്തരവിട്ടു. ക്രിസ്തീയ മൊസൈക്കുകൾ പ്ലാസ്റ്റർ ഉപയോഗിച്ച് മറയ്ക്കുകയും മിനാരങ്ങൾ കൂട്ടിച്ചേർക്കുകയും മിഹ്റാബും മിമ്പറും നിർമ്മിക്കുകയും ചെയ്തു. ഈ മാറ്റങ്ങൾ ഹാഗിയ സോഫിയയെ ഒരു ക്രിസ്തീയ ദേവാലയത്തിൽ നിന്ന് ഒരു ഇസ്ലാമിക ആരാധനാലയമാക്കി മാറ്റി. നൂറ്റാണ്ടുകളോളം ഓട്ടോമൻ സാമ്രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മസ്ജിദായി ഇത് നിലകൊണ്ടു. 20-ാം നൂറ്റാണ്ടിൽ തുർക്കി റിപ്പബ്ലിക് സ്ഥാപിതമായപ്പോൾ മുസ്തഫ കെമാൽ അറ്റാതുർക്ക് ഹാഗിയ സോഫിയയെ ഒരു മ്യൂസിയമാക്കി മാറ്റാൻ ഉത്തരവിട്ടു. ഇത് അതിൻ്റെ ക്രിസ്തീയവും ഇസ്ലാമികവുമായ ചരിത്രത്തെ ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരു തീരുമാനമായിരുന്നു. മൊസൈക്കുകൾ പുനഃസ്ഥാപിക്കപ്പെടുകയും ലോകമെമ്പാടുമുള്ള സന്ദർശകർക്ക് ഈ മഹത്തായ കെട്ടിടത്തിന്റെ ഇരു ചരിത്രങ്ങളും ഒരുപോലെ മനസ്സിലാക്കാൻ അവസരം ലഭിക്കുകയും ചെയ്തു. സാംസ്കാരിക കൈമാറ്റത്തിന്റെയും സഹിഷ്ണുതയുടെയും പ്രതീകമായി ഹാഗിയ സോഫിയ മാറി. 2020 തുർക്കി സർക്കാർ ഹാഗിയ സോഫിയയെ വീണ്ടും ഒരു മസ്ജിദായി പ്രഖ്യാപിച്ചു. ഈ തീരുമാനം ലോകമെമ്പാടും വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കി. അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം, സാംസ്കാരിക പൈതൃകം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വീണ്ടും ഉയർന്നു. ഇന്ന് ഹാഗിയ സോഫിയ ഒരു മസ്ജിദായി പ്രവർത്തിക്കുമ്പോഴും അതിൻ്റെ പഴയകാല പ്രതാപവും വാസ്തുവിദ്യയുടെ വിസ്മയങ്ങളും അതേപടി നിലനിർത്തുന്നു. ഹാഗിയ സോഫിയ വെറുമൊരു കെട്ടിടമല്ല, അത് മനുഷ്യന്റെ ഭാവനയുടെയും പ്രതിഭയുടെയും ഒരു സ്മാരകമാണ്. അധികാരത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും മാറ്റങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു ജീവിക്കുന്ന ചരിത്ര പുസ്തകമാണ്. അതിൻ്റെ ഓരോ കല്ലും മനുഷ്യ നാഗരികതയുടെ സങ്കീർണമായ യാത്രയെക്കുറിച്ച് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഹാഗിയ സോഫിയ കാലത്തിൻ്റെ അടയാളമായി എന്നും അങ്ങനെ തന്നെ നിലനിൽക്കട്ടെ. മറ്റൊരു പുത്തൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സ്വിസ് സഞ്ചാരിയുടെ നല്ല നമസ്കാരം. ഗുഡ് ബൈ.